ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫീൽ. നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ നമ്മുടെ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ഭൂനികുതി ഓൺലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ അടയ്ക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം. നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിനകത്ത് കയറാം. റവന്യൂ എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സജഷനായിട്ട് റവന്യൂ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റിൻ്റെ സജഷൻ ടെക്സ്റ്റ് വരുന്നതാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, നേരെ കാണുന്ന ആദ്യത്തെ സൈറ്റിൽ തന്നെ കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഈ സൈറ്റിലേക്ക് കയറുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സിറ്റിസൺ രജിസ്ട്രേഷനിൽ ചെയ്തിട്ട് ഫുൾ നെയിമും ടൗൺ, സിറ്റി, റോഡ്, പിൻ കോഡ്, മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഒരു രജിസ്ട്രേഷൻ ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് ലോഗിനിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്തും കയറാൻ പറ്റും. അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്വിക്ക് പേ എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഇത് അധികം ആരും ഉപയോഗിക്കില്ല എന്നാണ് തോന്നുന്നത്. ഡയറക്റ്റ് എല്ലാവരും ലോഗിൻ ചെയ്ത് പോകുമെന്ന് തോന്നുന്നു. ക്വിക്ക് പേ ആണെങ്കിൽ കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പറ്റും. എക്സാമ്പിൾ, ക്വിക്ക് പേക്കകത്ത് കയറുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ ചോദിക്കും. അതുപോലെ നമ്മുടെ കൊടുത്തു കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്ചയും കൂടെ കറക്റ്റ് ഫില്ല് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് ഒരു OTP നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വരും. അപ്പോൾ കിട്ടുന്ന OTP നമ്മൾ ഇവിടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത അതേ നെയിം തന്നെ ഇവിടെ കാണിക്കും. വെൽക്കം മഹിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ ബേസിക്കലി പേയ്മെൻറ്റ് ചെയ്യേണ്ട ഇൻ്റർഫേസ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പഴയ റെസീപ്റ്റ് നമ്പർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇവിടെയുള്ള ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം തണ്ട പേർ നമ്പർ, ഈ TP നമ്പർ മാത്രം കൊടുത്ത് ഗെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാം. ഞാൻ ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്യുന്നത്. താലൂക്ക് തിരുവനന്തപുരം ചൂസ് ചെയ്യുന്നു. വില്ലേജ് നമുക്ക് താലൂക്ക് നമുക്ക് കാട്ടാക്കട ചൂസ് ചെയ്യാം. വില്ലേജ് വളവൂർക്കൽ. മലയങ്കിഴി ചൂസ് ചെയ്യുന്നു. ബ്ലോക്ക് 7. ഓക്കെ, നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തണ്ടപ്പേരിൻ്റെ നമ്പർ മാത്രം മതി. ഈ സബ് നമ്പറിൻ്റെ ആവശ്യമില്ല. തണ്ടപ്പേരിൻ്റെ നമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലാൻഡ് ഇൻഫർമേഷൻസ് നമുക്ക് അപ്പുറത്ത് കിട്ടും. ഓക്കെ, ഇവിടെ ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡിങ് കാണിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക, ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. പഴയ ലാൻഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. ഈ ബ്ലോക്ക് നമ്പറും TP നമ്പറൊക്കെ കറക്റ്റാണോ, പിന്നെ നമ്മുടെ പേരും ബാക്കി അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ടാക്സ് ഇവിടെ 30 റുപ്പീസാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ പേ നൗ എന്ന ബട്ടണൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു പോപ്പപ്പിൽ നമുക്ക് ഒന്നുകൂടെ കൺഫർമേഷനായിട്ട് എമൗണ്ടൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഡീറ്റെയിലൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക, എന്നിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അടുത്ത് പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ ഇൻഫർമേഷൻസ് വരും. ഏതിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു 4 ടൈപ്പ് അവരുടെ ഇതിനകത്ത് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രിഫേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതാണ്. അപ്പം ഇതിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഫെയിലുവേഴ്സ് ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. ഒരു പക്ഷേ കുറച്ചൊരു ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ പ്രിഫേർഡ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മളത് തന്നെ ചൂസ് ചെയ്യുക. അതിനകത്ത് QR, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI പേയ്മെൻറ്റ്സ്, നെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ പ്രൊസീഡ് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ പിൻ ജനറേറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈസി വേ, ഇപ്പോൾ എല്ലാവരെയും പേയ്മെൻറ്റ് ആപ്പുകളുണ്ടല്ലോ, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ UPI കൊടുക്കുക, ഷോ QR ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ജനറേറ്റ് ചെയ്തിരുന്ന QRലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഏതെങ്കിലും സ്കാനിങ് ആപ്പ് എടുത്തിട്ട്, പേയ്മെൻറ്റ് സ്കാനിങ് ആപ്പ് എടുത്തിട്ട് സ്കാൻ ചെയ്യുക. അതിനകത്തൂടെ തന്നെ പേ ചെയ്ത് വിടുക. അവിടെ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് മൊബൈലിൽ സക്സസ് ആയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ റിയൽ ടൈമിൽ ഇവിടെയും അതിൻ്റെ കൺഫർമേഷൻ വരും. ഓക്കെ, എനിക്ക് പേയ്മെൻറ്റ് സക്സസ് ആയ ആ റിയൽ ടൈമിൽ തന്നെ എനിക്ക് അതിൻ്റെ റെസീപ്റ്റും ജനറേറ്റ് ചെയ്ത്. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇതങ്ങ് സേവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.